കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്തതാണ്. അത് ഓരോ ദിവസവും നമ്മൾ തുടർന്നു. ഇന്ന് 24-ാം തീയതി ഒരുക്ക ധ്യാനത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. നാളെ വെളുപ്പിനെ 5 മണിക്ക് ത്രിജാല ശുശ്രൂഷ നടത്തുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിപ്പാൻ തക്കവണ്ണം 24 ദിവസത്തെ നമ്മളുടെ പ്രാർത്ഥന എന്തനുഭവമാണ് നമുക്ക് തരേണ്ടതെന്ന് ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും കർത്താവിന് പ്രസാദകരമായാൽ ഈ പെരുന്നാൾ ആഘോഷത്തിൽ നമ്മളോടുകൂടെ സംബന്ധിപ്പാൻ ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സൂചിപ്പിക്കുന്നു. നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ ശ്രോപ്പന്മാർ, അവർ ഹാദീസ് പാടിക്കൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ശ്രോപ്പന്മാരുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ക്രൂബേന്മാർ കർത്താവിനെ സ്തുതിക്കുന്നു. അവരും ഈ കർത്താവിന് ജനപ്പെരുന്നാൾ ആഘോഷിക്കുന്നവരുടെ വരും. ഉയരത്തിലെ മോറാവോസേന്മാർ, അവർ കർത്താവിന് നിർവിഘ്നം പുകഴ്ത്തുന്നുണ്ട്. നമുക്കും പുകഴ്ത്താൻ കഴിയുമോ? സ്വർഗീയരോടൊത്ത് ഈ പെരുന്നാൾ ആഘോഷിപ്പാൻ പരമാർത്ഥികളായ ഇടയന്മാരിവിടെ വരും. അവരുടെ കീർത്തനം നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നുണ്ടോ? വിദ്വാൻമാരെ കർത്താവിൻ്റെ ജന്മസ്ഥലത്ത് വന്ന പോലെ ഇന്ന് അവരും ഇവിടെ എത്തും. അവരെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയോ അശുദ്ധികൾ മാറി. ഇവരൊക്കെ വിശുദ്ധരാണ്. എന്തൊക്കെയോ അശുദ്ധികൾ പോകാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ആ അശുദ്ധി നമ്മൾ മാറാൻ വേണ്ടി പ്രത്യേക ദൂതന്മാരെ കരുനീരുമായ കർത്താവ് ഇവിടേക്ക് അയക്കാൻ നമ്മൾ നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കാൻ പോവാം. സോമൻകാലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ളതായ ഭാഗം. പുസ്തകമുള്ളവർക്ക് വേണ്ടി എടുക്കാൻ കഴിയും. ഇവിടെ ഇനി പുസ്തകങ്ങൾ 3-4 ഇരിപ്പുണ്ട്. പുസ്തകം ഇല്ലാത്തവർക്ക് ഈ അധ്യായം എടുത്താട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ. മത്തായി 12:32. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്ക്കുവീൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്ക്കുവീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് സാരവാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സ്വല്പസമയിരിക്കാം. നമ്മുടെ നോമ്പിൻ്റെ 24-ാമത്തെ ദിവസം. ജനനപ്പെരുന്നാൾ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചു. അത് ഓരോ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ നാളെ വെളുപ്പിനെ വളരെ വിശുദ്ധ കുർബാനയോടുകൂടെ നമ്മുടെ ജനനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷ സമാപിക്കും. നമ്മുടെ ഈ 24 ദിവസത്തെ നോയമ്പ് കൊണ്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഉൾക്കാഴ്ച തന്നോ? കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷത്തിനിടയിൽ കർത്താവ് നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചോ? ദൂതന്മാർ നമുക്ക് എന്തെങ്കിലും ദൂത് തന്നോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ ആരാധനയ്ക്കിടയിൽ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ഇന്ന കാര്യം ഇന്നടുത്ത് പോയി പറഞ്ഞിട്ട് വാന്ന് പറയുമ്പോൾ സ്തുതികൾക്കിടയിൽ കിട്ടുന്ന സന്ദേശം അവർ പറഞ്ഞു പിന്നെയും സ്തുതി തുടരുകയാണ്. അപ്പം നമ്മൾ സംസാരിക്കേണ്ടത് ആരാധനയ്ക്കിടയിൽ ദൈവം സംസാരിക്കുന്ന കാര്യമാണോ, ദൈവം അനുവദിക്കുന്ന കാര്യമാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞതാണോ? ധൈര്യമുണ്ടോ പറയാൻ? അപ്പം ആരാധനയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, ധ്യാനമില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, ദുഷ്ടതയുള്ള ഹൃദയത്തിൽ നിന്ന് ദുഷ്ടൻ സംസാരിപ്പിക്കും.
അത് വലിയ കേസിലേക്ക് തീരുമെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ദൈവാത്മാവിലുള്ള ശുശ്രൂഷയെ കണ്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചിലർക്ക് തോന്നി ഇത് ഭൂതത്തിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിന് നെല്ലടിയിൽ ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചതായ കർത്താവ് ഏത് കാര്യം ചെയ്തപ്പോഴാണ് ഇന്ന് വായിച്ചതായ വേദഭാവം ആ സത്യങ്ങൾ പറയാനിടയായത്? അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗത്തുണ്ട്. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷയാണ് ഓരോ ആരാധനയിലും ഓരോ ധ്യാന ശുശ്രൂഷയിലും കൺവെൻഷനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അപ്പം നമ്മൾ ഇതുവരെയുള്ളതായ സുവിശേഷ വേലയിൽ നമ്മൾ ആരെയെങ്കിലും കർത്താവിനോട് ചേർക്കുകയാണോ ആരെയെങ്കിലും കർത്താവിന് അകത്തുകയാണോ? ഇതിൽ രണ്ടിലേതെങ്കിലും നടക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത, പ്രവർത്തന ശൈലികൾ മുതലായതുകൊണ്ട് ദൈവത്തോട് അടുക്കാനും സാധ്യതയുണ്ട്, അകലാനും സാധ്യതയുണ്ട്. നമ്മളിത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്രാണനെ യേശുവിനോട് ചേർത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കൂടെ ആരാധിക്കുന്നവരെ, നമ്മൾ കാണുന്നവരുടെയും പ്രാണനെ കർത്താവിനോട് ചേർത്ത് കർത്താവിന് മാറിലെത്തിക്കുന്നതാണ് സഭാജീവിതത്തിൻ്റെ ധർമ്മം. പക്ഷെ നമ്മുടെ അജ്ഞത കൊണ്ടോ നമ്മുടെ ബലഹീനത കൊണ്ടോ ദുഷ്ടൻ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടോ നമ്മൾ ആരുടെയെങ്കിലും പ്രാണനെ ദൈവത്തിൽ നിന്ന് അകത്തി കളഞ്ഞിട്ടുണ്ടോ? ആരാധനയിൽ നിന്നും ധ്യാനത്തിൽ നിന്നും ദൈവവേലയിൽ നിന്നും ആരെങ്കിലും അകത്തി കളഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാവവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണവും ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് 32-ാം വാക്യത്തിൽ ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുമാനുള്ള ലോകത്തിലും അവനോട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കിടക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം വർത്താനം പറയാൻ. കർത്താവേ, ഞാൻ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഒരു വാക്ക് പറയാനിടയാകരുത്. അശുദ്ധാത്മാവ് എൻ്റെ നാവ് നിയന്ത്രണം എടുക്കരുത്. ഇങ്ങനെയുള്ളൊരു ഭയത്തോടും മറിയലോടും കൂടിയ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കുമോ? നമ്മുടെ ബോധം പിശാച് കൈയടക്കി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ്. കർത്താവിനെ കുരിശിച്ചവർ ചെയ്തതും പറഞ്ഞതായ കാര്യങ്ങൾ അവരറിയാതെ ചെയ്തു എന്നാണ് കർത്താവ് കുരിശേ കിടന്നുകൊണ്ട് പറഞ്ഞത്. ഇവർ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടിട്ട് പിശാച് നമ്മുടെ ബോധത്തിൽ നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ഒരു ദുസ്തുതി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്ര ദുസ്തുതികൾ നമുക്ക് വന്നിട്ടുണ്ട്, അത് ഓർത്ത് അനുഭവിച്ച് ഏറ്റു പറയണമെന്നാണ് പറഞ്ഞത്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കരുതെന്ന് നിയമമുണ്ട്. അത് 1 യോഹന്നാന്റെ 5-ാം അധ്യായത്തിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയിലും വിവേചനം വേണം. അതെവിടെയാ? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നോട് എഴുതിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി കുർബാനയും പ്രാർത്ഥനയും വല്ലതും ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഇല്ല. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല, കുർബാനയില്ല. അവിടെ പ്രാണന അവർ തന്നെ പാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. അറിയാതെ പാതാളത്തിൽ പോയാൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വേണമെങ്കിൽ കയറ്റാം. എത്രാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിക്കരുതെന്നും പറഞ്ഞിരിക്കുന്ന വചനം ഏതാണ്? അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും വിവേചന പ്രാർത്ഥനയിലും ഒക്കെ എത്രാം വാക്യമാണ്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ. അതെ, മരണാർഹമല്ലാത്ത പാപം. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട് താനും, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല.
ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. ദൈവത്തിലും ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ദൈവമേ, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം 100% കർത്താവ് തന്നെ നിയന്ത്രിച്ചു വേണം. അരുതാത്തൊന്നും എന്നിൽ നിന്ന് പുറപ്പെടരുത്. ഓരോ വാക്കും കൃപയും ഉപ്പുള്ളതാണോ? ദൈവാത്മാവ് തന്നെയാണോ പറയുന്നത്? ബോധം പോയിട്ട് അരുതാത്തതെല്ലാം പറഞ്ഞ് ശാപം വന്നു കയറുന്നുണ്ടോ? ഇതൊക്കെയും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നോമ്പിൻ്റെ 23-ാം ദിവസത്തെ കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് ഞാനിവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. സന്തോഷത്തോടെയാണ് ഇന്നലെ എല്ലാവരും പിരിഞ്ഞത്. ഏതാണ്ടൊരു അസ്വസ്ഥത അല്ലേ? പ്രതീക്ഷിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നത്, പാളിപ്പോയി. ദൈവാത്മാവിൻ്റെ നിയന്ത്രണം വിട്ടിട്ട് പ്രതീക്ഷിക്കാത്ത തലങ്ങളിലൊക്കെ കാര്യങ്ങൾ പോയി. അസമയത്ത് അസ്ഥാനത്ത് കാര്യം ക്ലോസ് ചെയ്തിട്ട് അസന്തുഷ്ടരായ പലരും പിരിഞ്ഞു പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ നോയമ്പിൻ്റെ 23-ാം ദിവസത്തിൽ അങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ചിന്തകളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കാൻ തിന്മയ്ക്കും ചില അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അവകാശം വെളിപ്പെടാൻ വേണ്ടി അവർക്ക് പിശാച് നമ്മളെ ദൈവം തന്നെ നമ്മളെ അവർക്ക് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ട്. അത് നമ്മുടെ ആത്മീയ നിലവാരം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു സന്ദേശമാണ് നാവിൻ്റെ ഉപയോഗം. അതിൽ ഇതുവരെയും തീരാത്ത കേസുകളുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നാവ് 100% ദൈവാത്മാവിനാലാണോ നിയന്ത്രിക്കപ്പെട്ടത്? അതുകൊണ്ട് നാവിനെക്കുറിച്ച് ഇന്ന് ഈ കുർബാനയ്ക്ക് പ്രബോധനം കൊടുത്ത എല്ലാവർക്കും ആ ബോധവൽക്കരണം നടത്തണമെന്നൊരു സന്ദേശം കിട്ടിയോണ്ട് ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചത്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന നാക്ക് കൊണ്ടുള്ള നമ്മുടെ പ്രയോഗങ്ങൾ എല്ലാം ദൈവകൃപയിലായിരുന്നു, ദൈവാത്മാവിലായിരുന്നു. നമ്മളറിയാതെ പിശാച് നമ്മുടെ നാവിനെ ചലിപ്പിച്ചിട്ടുണ്ടോ? അത് ആർക്കെങ്കിലും മുറിവുണ്ടാക്കിയോ, ആർക്കെങ്കിലും അവിശ്വാസം വരുത്തിയോ, ആർക്കെങ്കിലും മടുപ്പ് വരുത്തിയോ, ആർക്കെങ്കിലും ഇടർച്ച വരുത്തിയോ? ഇതൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഇതിനോട് ബന്ധമുള്ളതാണ്. ദൈവം നമുക്ക് നാവിനെ തന്നിരിക്കുന്നത് എന്തിനാണ്? തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അങ്ങനെ ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുമാണ് നമ്മുടെ നാവ്. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയും, നീ ഇന്ന കാര്യം എനിക്ക് വേണ്ടി സംസാരിക്കണം. അന്നേരെ സ്തുതി നിർത്തിയിട്ട് സംസാരം ആരംഭിക്കാവുന്നതാണ്. അപ്പൊ സ്തുതി നിർത്താൻ അനുവാദമുള്ള സമയം എപ്പോഴാ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ സ്തുതി വർത്തമാനമായിട്ട് മാറും. അതെവിടെ എഴുതിയിരിക്കും? സദൃശ്യവാക്യം 31-ന്റെ സദൃശ്യവാക്യങ്ങൾ 39-ന്റെ 31-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാമെന്ന് പറയാം. പുസ്തകമുള്ളവരെടുത്താട്ടെ. സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം നമ്മുടെ നാവിൻ്റെ ഉപയോഗം ഒന്നാമത് ദൈവത്തെ സ്തുതിക്കാനാണ്. അതിൻ്റെ ഇടയിൽ ദൈവത്തിനെ സ്തുതിക്കുന്ന നാവിനെ കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട്. അതെന്താണ്? സദൃശ്യവാക്യങ്ങൾ ഒന്നാട്ട് വരുന്നവർ കയറി ഇരുന്നാട്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കയറി ഇരുന്നാട്ട് സദൃശ്യവാക്യങ്ങൾ 31-ാം അധ്യായം 8ഉം 9ഉം വാക്യം വായിച്ച് സ്വയപരിശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുസ്തകമുള്ളവർക്ക് നോക്കാം, പുസ്തകം ഇല്ലാത്തവർക്ക് മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. സദൃശ്യവാക്യങ്ങൾ 31-ന്റെ 8 ഊമന് വേണ്ടി നിന്റെ വായ തുറക്കുക. അപ്പൊ നമ്മുടെ നാവിന്റെ രണ്ടാമത്തെ ഉപയോഗം വർത്താനം പറയാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ നാവ് തുറക്കണമെന്നാണ്. നമുക്ക് അങ്ങനെ വർത്താനം പറയുന്നു, ഞാൻ ഏതെങ്കിലും ഊമന് വേണ്ടി ഇന്ന് സംസാരിക്കണമോ എന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ടോ? അപ്പം നമ്മുടെ നാവിൻ്റെ ഒന്നാമത്തെ ഉപയോഗം സ്തുതിക്കുക, രണ്ടാമത്തെ ഉപയോഗം വർത്താനം പറയാൻ കഴിയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടി വരും. അടുത്തത് ക്ഷയിച്ചു പോകുന്ന ഏവരുടെയും കാര്യത്തിന് തന്നെ. അപ്പം ക്ഷയിച്ചു പോകുന്നവരുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ, സ്വന്തമായി പ്രാർത്ഥിക്കുവാനോ സംസാരിക്കാനോ കഴിയില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ വാ തുറക്കേണ്ടി വരും. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ ദൈവാത്മാവ് പറയുന്നത്, ഇന്ന ആളിന് വേണ്ടി നീ പ്രാർത്ഥിയില്, അത് പ്രാർത്ഥിക്കാൻ അറിയാൻ മേല.
വക്കീലന്മാരുടെ പണി എന്നാ? വക്കീലന്മാര് ലോ അനുസരിച്ച് വർത്താനം പറയാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി ജഡ്ജിയുടെ മുമ്പിൽ വർത്താനം പറയുക. അപ്പോൾ നമ്മൾ വക്കീലന്മാരുടെ വായ നമ്മൾ വാടകയ്ക്ക് എടുക്കുക. എനിക്ക് വർത്താനം പറയാൻ കഴിവില്ല, വക്കീലെ നീ എനിക്ക് വേണ്ടി സംസാരിക്കുക. അപ്പം അങ്ങനെ കർത്താവ് നമ്മുടെ വായ എടുത്തിട്ട് ഇന്ന കാര്യം ഇന്നവർക്ക് വേണ്ടി സംസാരിക്കുന്ന പറഞ്ഞാൽ പ്രതിഫലമുണ്ട്. വക്കീലന്മാർ അതുകൊണ്ടാണ് ജീവിക്കുന്നില്ലേ? അപ്പം നമ്മുടെ നാവ് ദൈവാത്മാവ് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ശമ്പളമാണ്. പക്ഷെങ്കിൽ പിശാചിന് സംസാരിക്കാൻ നമ്മുടെ വാ വിട്ടുകൊടുത്താൽ പിന്നെ ആ വാ കർത്താവ് ഉപയോഗിക്കുമോ? അങ്ങനെയില്ല. അങ്ങനെ ഒരു വാചകം യെരമ്യായുടെയോ യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. അതേതാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവ് പോലെയാവും. എവിടെയാണെന്നാലും കണ്ടിട്ടുണ്ടോ? യെരമ്യാവിലാണോ യെശയ്യാവിലാണോ? ഈ രണ്ട് പുസ്തകത്തിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു വാക്യം പറയുന്നുണ്ട്, നമ്മുടെ നാവ് ദൈവത്തിന്റെ നാക്കായിട്ട് മാറും. അപ്പൊ ദൈവം സംസാരിക്കുമ്പോഴേ നമ്മുടെ നാവ് അനങ്ങുള്ളൂ, അല്ലാത്തപ്പം തുതിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ നാവിനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും സംസാരിക്കാൻ? ആർക്ക് വേണമെങ്കിലും സംസാരിക്കാൻ, ആരോടെങ്കിലും സംസാരിക്കാൻ നമ്മുടെ നാവ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഊമിന് വേണ്ടി നമ്മൾ വാ തുറന്നിട്ടുണ്ടോ? ക്ഷയിച്ചു പോകുന്നവരുടെയും കാര്യത്തിന് വേണ്ടി വാ തുറന്നിട്ടുണ്ടോ? 9 കണ്ടോ? ദൈവത്തിന്റെ നാവായിട്ട് നമ്മുടെ നാവ് മാറും എന്ന് യെരമ്യാവോ യെശയ്യാവോ പറഞ്ഞിട്ടുണ്ട്. അതായത് മറന്നുപോയെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. എന്നേം തപ്പിക്കൂ. ഏതായാലും നോമ്പ് കാണിച്ചൊരു ജോലി ഇരിക്കട്ടെ. 24-ാമത്തെ ദിവസമല്ലേ? നമുക്ക് കുർബാന കഴിഞ്ഞിട്ട് സമയം പോലെ ഇന്നൊക്കെ തപ്പിപ്പിടിച്ചു. ആ കൂടെ യെരമ്യാവും യെശയ്യാവും ഒന്നുകൂടെ വായിക്കുന്നത് നല്ലതല്ലേ? നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മുടെ നാക്ക് ദൈവത്തിന്റെ നാക്കായിട്ട് മാറണം. അതിനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ പിശാചിന്റെ നാക്കായിട്ട് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കേസ് തീർന്നിട്ടില്ല. ഓരോ വാക്കിനും ന്യായവിധി. അതാണ് നമ്മുടെ നാക്കുകൊണ്ട് ആർക്കും അനുഗ്രഹം കിട്ടാത്തതിന്റെ കാര്യം. നമ്മുടെ നാക്കുമാലും അനേകർക്ക് മുറിവുണ്ടായിട്ടുണ്ട്, ചതവുണ്ടായിട്ടുണ്ട്, ക്ഷാപം വന്നിട്ടുണ്ട്, അസ്വസ്ഥത വന്നിട്ടുണ്ട്. അത് നമ്മുടെ തീരാത്ത കേസായിട്ട് കിടപ്പുണ്ട്. മോശ ദൈവം പറയുന്നത് മാത്രം സംസാരിക്കുന്ന ആളായിരുന്നു. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ കൂടെ ഇടപഴകി പഴകി ദൈവം പറയാത്തൊന്നും കാര്യം കൂടെ പറയേണ്ടി വന്നു. അതോടെ കമ്പൽസറി റിട്ടയർമെന്റ് വാങ്ങിച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന എഴുതി വാങ്ങിച്ചയാള്, ദൈവത്തിന്റെ വചനം 40 വർഷം ജനങ്ങളോട് പറഞ്ഞ മോശയ്ക്ക് കോപം മൂത്ത് കഴിഞ്ഞപ്പോൾ, ജനങ്ങളുടെ കൂടെ 40 കൊല്ലം നടന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നിലയിലേക്ക് താണിട്ട് ദൈവം പറയാത്ത ചില കാര്യം കൂടെ പറഞ്ഞ് 2 അടിയും കൂടെ കൊടുക്കേണ്ടി വന്നു. കോപം മൂത്തിട്ട് കല്ലിനിട്ട് 2 അടിയും വെച്ചു കൊടുത്ത്, മത്സരികളെ നിങ്ങൾക്ക് ഞാൻ വെള്ളം തരുന്ന കാണണോ എന്ന് ചോദിച്ചു. ദൈവം പറയാത്ത കാര്യം അതിനകത്ത് കർത്താവ് പറഞ്ഞ അടിക്കുകയൊന്നും വേണ്ട, പറഞ്ഞാൽ മതി. ആദ്യം അടിച്ചിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം നീ അടിക്കുകയൊന്നും വേണ്ട, പാറയോട് കൽപ്പിച്ചാൽ മതി. ദൈവം കൽപ്പിക്കുന്നു, പാറയെ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടുമായിരുന്നു. പക്ഷെങ്കിൽ കോപം സഹിക്കാൻ വല്ലാതെ വന്നിട്ട് 2 അടിയും കൂടെ വെച്ച് കൊടുത്തു. അടുക്കളയെ വെച്ച് കോപം മുട്ടാച്ചിൽ തവിക്കണം കൊണ്ടായിരിക്കും അടിയും കുത്തുവെക്കുമായിരുന്നു. ചൂല് കൊണ്ടായിരിക്കും, ചിലപ്പം ഫ്രിഡ്ജ് തള്ളിയിട്ടെന്നിരിക്കും, ചിലപ്പം വല്ലതും വലിച്ചെറിഞ്ഞെന്നിരിക്കും, അനാവശ്യമായിട്ടൊക്കെ പറഞ്ഞെന്ന് ഇരിക്കില്ലേ. ഇങ്ങനത്തെ കേസുകൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് 25 നോയമ്പ് പ്രമാണിച്ച് ഈ വർഷം ഈ കേസ് എടുത്തിരിക്കുക കോടതി കേട്ടോ. ഈ കേസ് നമുക്ക് അനുകൂലമായി വാദിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വാദിക്കണം. ഞാൻ അടി കൊണ്ടത് ഇവരുടെ നാക്ക് ഷാദിന് വിട്ടുകൊടുത്തുകൊണ്ടാണ്. കർത്താവ് കയ്പ് പിടിച്ചതും കവളത്ത് അടി കൊണ്ടതും ഇടിയേറ്റതുമൊക്കെ നമുക്ക് വേണ്ടിയും കൂടി ആണെന്ന് പറയണം. എന്നാൽ കേസ് തീർന്ന് കിട്ടും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. 9-ാം വാക്യത്തിൽ നിന്റെ വായ തുറന്ന് നീതിയോടെ ന്യായം വിധിക്കുക, എളിയവനും ദരിദ്രന് ന്യായപാലനം ചെയ്തു കൊടുക്കുക. അപ്പം നമ്മുടെ വായ ജഡ്ജിയുടെ വായായിട്ട് കർത്താവ് മാറ്റി വെക്കണം. കർത്താവ് പറയുന്ന പോലെ വിധിക്കാവൂ, കർത്താവ് പറയുന്ന പോലെ ന്യായം പറയാം. ഇതിലൊക്കെ നമുക്ക് കേസ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം പറഞ്ഞതനുസരിച്ച് ഓരോ വാക്കിനും, ഏത് നിസ്സാര വാക്കിന് പോലും ന്യായവിധിയുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിശാച് നമ്മുടെ നാക്ക് ഉപയോഗിച്ചതിൻ്റെ കേസ് തീർന്നിട്ടില്ല. ആ കേസ് തീർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ കുർബാന എന്നുള്ള കാര്യം ഓർത്തിട്ട് നമുക്ക് കർത്താവിന് ജന്മപ്പെരുന്നാളിൽ ആട്ടിടയന്മാരും വിദ്വാൻമാരും ആനന്ദിച്ച അനുഭവം. മാലാഖമാർ കർത്താവിൻ്റെ ദൂതാണ് പറഞ്ഞത്, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ദൈവപ്രസാദം കെടുത്തി മുടക്കിയായ
നമ്മുടെ കേസുകൾ തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇന്ന് പാപനിൽ പ്രാർത്ഥന നടത്തി കുർബാനയിലേക്ക് ഉപേക്ഷിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. അതാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുക. സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുക. നാവിൻ്റെ ഉപയോഗം, ചെവിയുടെ ഉപയോഗം, ഇത് രണ്ടും ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടാനുള്ള കൃപയാണ് ഈ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്, ഇത് രണ്ടിലും ദൈവാത്മാവിൻ്റെ നിയന്ത്രണം വേണം. ഇത് രണ്ടിലും പിശാചിൻ്റെ ഇടപെടലുണ്ടായി ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി കർത്താവിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിഴലടിയിൽ വളർന്ന് ആത്മാവിനെ അനുസരിച്ച് മാത്രം ജീവിച്ച കർത്താവ് പ്രസംഗിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ഇല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ദീർഘമായ പ്രസംഗം നടത്തി. അത് എത്ര പേർക്ക് മനസ്സിലായി? യോഹന്നാന് മാത്രമേ, ബാക്കിയുള്ളവർക്കൊക്കെ ഇടർച്ചയുണ്ടായെന്ന് പറയും. അപ്പോൾ യേശു ദൈവാത്മാവിൽ പ്രസംഗിച്ചിട്ടും എല്ലാവർക്കും അത് മനസ്സിലായില്ല. പലർക്ക് ഇടർച്ചയുണ്ടായി, പിന്നെ കർത്താവിൻ്റെ പുറകെ പോയില്ലെന്നാണ് പറയും. അപ്പം 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ 5000 പേര് കഴിക്കാനുണ്ടായിരുന്നു, വിളമ്പാൻ 12 പേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ള കർത്താവിൻ്റെ പ്രസംഗം പലർക്കും ഇഷ്ടപ്പെട്ടില്ല, പലർക്കും ദഹിച്ചില്ല, അവർക്ക് അത് ഇടർച്ചയായി തീർന്നുകൊണ്ട് കർത്താവിനെ വിട്ടു പലർ പോയെന്നാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ വിളമ്പാൻ എത്ര പേരുണ്ടായിരുന്നു? 12 പേരില്ലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 7 പേരേ ഉള്ളൂ. 7 പേരെ, മിച്ചം വന്ന 7 വട്ടി. കൊട്ടയും മട്ടിയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം ആളിൻ്റെ എണ്ണവും കുറഞ്ഞു, വിളമ്പുകാരുടെ എണ്ണം കുറഞ്ഞു, കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു, വട്ടിയുടെ അല്ലെ മിച്ചം വന്നതിൻ്റെ എണ്ണവും. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ്. അത് കുറഞ്ഞു വന്ന് കാൽവറി ക്രൂശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയ്ക്ക് എത്ര പേരുണ്ടായിരുന്നു? ഒരു പുരുഷനും 5-6. ദൈവം തമ്പുരാൻ ഭൂമിയിൽ വന്നിട്ട് ചെയ്തപ്പോൾ ഇതാണ് പ്രതികരണമെങ്കിൽ നമ്മുടെ കാര്യം പറയുന്നത്. ഈ ലോകത്തിൻ്റെ സ്ഥിതിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്താനോ, എല്ലാവരെയും സന്തോഷിപ്പിക്കാനോ, എല്ലാവരെയും എല്ലാം മനസ്സിലാക്കാനോ ദൈവം തമ്പുരാൻ വന്നാൽ പോലെ ഈ ലോകത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല, പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. ദൈവാത്മാവിൽ പറയേണ്ടതങ്ങ് പറഞ്ഞേക്ക്, കേൾക്കാൻ കഴിയുള്ളവൻ എന്ന് പറഞ്ഞ കർത്താവ് കാര്യങ്ങൾ ക്ലോസ് ചെയ്തത് ഇല്ലേ. അപ്പോൾ കർത്താവിൻ്റെ കാലം കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ ദൈവാത്മാവിൻ്റെ നിറവിൽ ആദ്യത്തെ സഹതായി മാറിയ സ്തെഫാനോസ് ചെമ്മാച്ചൻ്റെ പ്രസംഗം വളരെ ആത്മനിറവിലുള്ളൊരു പ്രസംഗമായിരുന്നു. പക്ഷെ ആ പ്രസംഗം എല്ലാവർക്കും മനസ്സിലായോ? അത് കേട്ടവർ പല്ല് കടിച്ചു എന്നാണ് പറയും. പല്ല് കടിച്ച് കല്ലെടുത്ത് എറിഞ്ഞ്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു ഗുണവും. പക്ഷെ ഒരു ഗുണം ആർക്കുണ്ടായി? ശൗലിന് മാനസാന്തരത്തിൻ്റെ ഒരു തീപ്പൊരി ഈ സ്തെഫാനോസ് സഹതായുടെ ആത്മനിറവിലുള്ളതായ പ്രസംഗത്തിലെ ആ തീയുടെ ഒരു ചെറിയൊരു പൊരി തൻ്റെ ഹൃദയത്തിൽ വീണത് കിടന്ന് പുകഞ്ഞിട്ടാണ് സ്രോസിൻ്റെ വെടിവാതിൽ അത് വലിയ ദർശനമായിട്ട്. അപ്പോൾ ഒരാൾക്കേ അത് പ്രയോജനപ്പെട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പല്ല് കടിക്കുകയും. അപ്പോൾ നമ്മുടെ ആത്മാവിൽ 100% ആത്മാവിലൊരു കാര്യം പറഞ്ഞാലും പലരും പല്ല് കടിച്ചെന്നിരിക്കും, കല്ലെറിഞ്ഞെന്നിരിക്കും, ഇറങ്ങിപ്പോയെന്നിരിക്കും. ഇതൊക്കെ സംഭവിക്കാം. ഇത് ആർക്ക് വേണ്ടിയും സംഭവിക്കാം. ഇത് സ്തെഫാനോസ് സഹതായിക്കും കർത്താവിന് സംഭവിച്ചെങ്കിൽ ഇത് എല്ലാ നൂറ്റാണ്ടിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. അതുകൊണ്ട് അതിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കർത്താവ് ആത്മാവിൽ മാത്രം പ്രതികരിക്കാനുള്ള കൃപ തരണേ. സ്തെഫാനോസിൻ്റെ പ്രതികരണം എന്നായിരുന്നു? സ്തെഫാനോസിൻ്റെ പ്രസംഗം നിർത്തിയില്ല. കല്ലേറിൻ്റെ ഇടയിലും സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കാണുന്നു, ഇവർ ഈ ചെയ്യുന്നു പറഞ്ഞ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കേട്ടിട്ടാണ് ശൗലിന് മാനസാന്തരം ഉണ്ടായത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പ്രസംഗങ്ങളും പെരുമാറ്റങ്ങളും അനുഭവങ്ങളും സംഭവങ്ങളും ഈ ലോകത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. അത് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും ധ്യാനമന്ദിരത്തൊക്കെ കിട്ടും. അന്നേരം എല്ലാം ദൈവാത്മാവിൽ വേണം പ്രതികരിക്കാൻ. ആ പ്രതികരണം കണ്ട് ചിലർ മാനസാന്തരപ്പെട്ടെന്ന് ഇരിക്കും. നമ്മുടെ പേര് ന്യായവിധി വരാതിരിക്കാൻ ആത്മാവിലല്ലാതെ ഒന്നും മിണ്ടരുത്, ആത്മാവിലല്ലാതെ ഒന്നും പറയുകയരുത് എന്നുള്ളത്. അപ്പോൾ പൗലോസിനും ഒത്തിരി കല്ലേറ് കിട്ടിയതാണ്. ആ കല്ലേറിൻ്റെ ഇടയിൽ മാനസാന്തരപ്പെട്ടവരുണ്ട്, കഠിനപ്പെട്ടവരുണ്ട്. ഇത് ഈ 2 ഇനം എവിടെയും കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് കൃപയും ഇപ്പോഴുള്ള വാക്കുകൾ സംസാരിക്കാനും പറയുന്നതും കേൾക്കുന്നതും ആത്മാവിലാകാനും ഞാൻ മുഖാന്തരം ആ ഇടർച്ച വരല്ലെന്ന് പ്രാർത്ഥിക്കാനും, ഇടർച്ച വരേണ്ടത് ആവശ്യമാണെങ്കിൽ ഞാൻ മുഖാന്തരം വരല്ലേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ധ്യാനം സമാഹരിക്കാം. അങ്ങനെ 25 നോമ്പും
നമ്മുടെ ഇവിടുത്തെ ആരാധനയും ധ്യാനവും വരവും പോക്കും എല്ലാം ദൈവനാമത്തിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനം സമാഹരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ ബലഹീനത കൊണ്ടോ അജ്ഞത കൊണ്ടോ മിഥ്യാബോധം കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ അക്ഷമ കൊണ്ടോ ഞങ്ങളുടെ പ്രതികരണങ്ങൾ ആഫിയയിൽ ഇടർച്ച വന്നിട്ടും ക്ഷമിക്കണമേ. അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ച് കൃപയൊപ്പമുള്ള വാക്ക് മാത്രം സംസാരിക്കുവാനും കർത്താവിനെ സംസാരിക്കാനുള്ള വായായി ഞങ്ങളെ ഇതാ വീണ്ടും ഒരിക്കലൂടെ സമർപ്പിക്കുന്നു. കർത്താവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ സംസാരിക്കാനിടയാകണമേ. കൃപയും ഉപ്പും ഉണ്ടോ? ഞാൻ തന്നെയാണോ പറയേണ്ടത്? പ്രയോജനമുള്ളതാണോ? അത് സത്യമാണോ? അത് സമയമായോ? ഞാൻ തന്നെയാണോ പറയേണ്ടത്? എന്നൊക്കെ ചോദിച്ച് ദൈവഹിതപ്രകാരം ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് കർത്താവിനെ ജനിച്ച് വളർന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുവാൻ ഞങ്ങൾ വേദിയായി മാതാവിനെ പോലെ ജന്മസാവല്യം അടയുവാൻ ഞങ്ങൾ കർത്താവിനെ വഹിച്ചിട്ട് കർത്താവ് ഞങ്ങളെ വഹിച്ചുകൊണ്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന അനുഭവത്തിൽ കല്യാണം കൊണ്ട് എത്തുവാൻ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുവാനായിട്ട് തന്നെയാണ്.